ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ UK വ്ളോഗ് പാർട്ട് 2. ഇന്നലെ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ബായ് പറഞ്ഞ് ഇവിടെ ചിപ്പൻഹാമിൽ വന്നിട്ട് ഇവിടെ ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത Airbnb. ഏട്ടനും ഉണ്ട്, ബ്രദറും ഉണ്ട്. ഞങ്ങളിപ്പം ഇന്ന് ഞങ്ങൾ 3 പേരും കൂടി കോട്സ്വോൾഡ്സ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് വീട്ടിൽ പോവും. ഹരി ചേച്ചി, വി മിസ് യു. അപ്പം നല്ല തണുപ്പുണ്ടല്ലേ കേട്ടോ. കോട്സ്വോൾഡ്സിൽ ഞങ്ങളിപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് കാസിൽ കോമ്പിലാണ്. ഇവിടെ ഇപ്പോൾ ഒറ്റ മനുഷ്യരില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. അറിയില്ല, ഒരാൾ നിൽക്കുന്നു. നമ്മളിപ്പോൾ ഇതിൽ എവിടെയാണ് നിൽക്കുന്നത്? ബോർട്ടൺ ഓൺ ദ വാട്ടർ അല്ലേ? ബോർട്ടൺ ഓൺ ദ വാട്ടർ, ബർട്ടൺ, ബർട്ടൺ ഓൺ ദി വാട്ടർ. സോ കോട്സ്വോൾഡ്സിൽ ഞങ്ങളിപ്പോൾ 3ാമത്തെ സ്ഥലത്ത് വന്നു, ബർട്ടൺ ഓൺ ദി വാട്ടർ. 3 ലഞ്ച് കഴിക്കാൻ സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടെന്തെങ്കിലും വെജ്? ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് നോക്ക്, ഹെയിൽ സ്റ്റോം, ഐസ് മഴ. താഴെ വീഴുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇല്ലല്ലോ.
ഷൂസിലോട്ടൊക്കെ എയർ കിട്ടുന്നുണ്ടോ? ആ ഐസ് കാണാനുണ്ട്. ബേർട്ടൺ ഓൺ ദ വാട്ടറിൽ നിന്ന് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പർ സ്ലോട്ടറിലേക്കാണ്. പക്ഷെ ചെറുതായിട്ട് മഴ പെയ്യുന്നതുള്ളത് കൊണ്ട് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ജസ്റ്റ് കാറിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനൊരു വ്യൂ കണ്ടു. അയ്യോ, സോ അപ്പർ സ്ലോട്ടർ കഴിഞ്ഞ് നമ്മളിപ്പോൾ ലോവർ സ്ലോട്ടറിൽ വന്നു. എല്ലാം ചെറിയ ചെറിയ വില്ലേജസ് ആണ്, പക്ഷേ സോ ബ്യൂട്ടിഫുൾ. ഒരു തിരക്കും ഇല്ലാത്തൊരു സ്ഥലം അല്ലേ? പെയിന്റിംഗ് ഒക്കെ പോലെ. ഇതൊക്കെ ആ ലോവർ സ്ലോട്ടറിന്റെ ഭാഗമായിട്ട് വരുമോ? ഈ സ്ഥലം എങ്ങനെയാ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്? സ്റ്റോ ഓൺ ദ വേൾഡോ? സ്റ്റോ ഓൺ ദ വുഡ്. ഇത് നമ്മളുടെ ആറാമത്തെ വില്ലേജ്. ഇത് പക്ഷേ ഒരു ടൗൺ പോലെ ഉണ്ടല്ലേ, ഒരു വില്ലേജിനൊക്കെ. വാങ്ങിക്കുന്നോ? സർപ്രൈസ് ആയിട്ടൊക്കെ ക്യാമറ വരുന്നുണ്ട്. വന്നിരിക്കുകയാണ് ആദ്യത്തെ ഫാമിലി ഗസ്റ്റ്. വലുതാലും വെച്ച് തന്നെയാ കയറി. അതെ അതെ അതെ, ഞാൻ വലുതാലും വെച്ചാ വന്നേ. ഷൂസ് ഊരാവോന്ന് ചോദിച്ചാ ആദ്യം വന്നേ. ഇതിപ്പോ ഞാൻ വെൽക്കം ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. Happy birthday to you. Happy birthday dear Manikutti. Happy birthday to you. എന്നോടാണോ? കുറച്ച് തരാം. ശകലം കൊടുത്താൽ തരാം, മൊത്തം തിന്നോളൂ. മൊത്തം
കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ചീത്ത പറയലും ഫുള്ള് വെച്ചു. പെട്ടി വലുതാണ് കേട്ടോ, ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണ്ട അല്ലേ? നല്ല വലിപ്പത്തിലാണ് കാര്യം. അങ്ങനെ എൻ്റെ സെക്കൻഡ് റൗണ്ട് ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറും കഴിച്ചു. രാത്രി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് വിളിക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ട്രിപ്പിൻ്റെ വേറൊരു പ്രത്യേകത അതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ പറയാതെയാണ് UK പോയിട്ടുണ്ടായിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇവർ കസിൻസ് അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ അടുത്ത് പോകുന്നതുകൊണ്ട് അവിടെ ചെന്നിട്ട് അവരുടെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നത്. ഞങ്ങൾ വരുമ്പം ബാലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിവേസ് ആ സർപ്രൈസ് പൊട്ടിക്കുന്ന സീൻസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അല്ല ഇവിടെ എത്തിയിട്ട് 3-4 ദിവസമായി. ബാലിയല്ല, അവനൊന്നും വരുന്നില്ല വായിന്ന്. നല്ല വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവോന്ന് അറിയാനാ ഞാൻ ആദ്യം പേരച്ചി വിളിച്ചപ്പോ പേരച്ചിക്ക് ഇല്ലായിരുന്നു, നെറ്റില്ല, ഓണല്ലായിരുന്നു. എന്റെ പേരച്ചി എന്ത് ഞാൻ കാണിക്കാറില്ലേ? അപ്പൊ അവരങ്ങനെ കുറച്ചുനേരമായി വന്നിട്ട്. അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോ അവര് പോവും. അതിന് മുന്നേ പേരച്ചി വിളിച്ച് ആരാന്നറിയാം എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ UK വന്നിട്ട് ഇപ്പൊ കുറച്ച് നാളായതേ ഉള്ളൂ. UK വന്നിട്ട് കുറച്ച് നാളായി. അപ്പൊ അറിയാമോ? നാട്ടിലെവിടാ? ഞങ്ങള് ബാലിക്കല്ല പോയത്. പരിചയമുണ്ടോ? അറിയോ? ഞങ്ങൾക്ക് അറിയാം. എന്തോ ബന്ധമുണ്ടെന്നാ പറഞ്ഞേ. ഇനി മുതൽ അങ്ങോട്ടൊരു ബന്ധമില്ലാതെ. കുട്ടു, ഞാൻ ആർസനലിന്റെ മാച്ച് കണ്ടു. ആർസനലിന്റെ കളി കണ്ടു സ്റ്റേഡിയത്തില്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നും ഞങ്ങൾ 3 പേരിൽ ഞാനും ഉങ്കും വിശാഖേട്ടനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറ് ചാർജ് ചെയ്യാൻ അവിടെ പ്ലഗ് ചെയ്ത സമയത്ത് നമ്മളിതാ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ പാർക്കിൽ വെറുതെ നടക്കാൻ വന്നേക്കുവാണ്. പാർക്കിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചിട്ട് പറയിപ്പിക്കാം. വലിയ പാർക്കാട്ടോ ഇത്. ഇങ്ങനെ നടക്കാനൊക്കെ വരാൻ അടിപൊളി സ്ഥലം. ഇനി ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ടാണ് പോകുന്നത്. അവിടെയും ഈ കോട്സ്വോൾസ് പോലെ തന്നെ കുറേ വില്ലേജസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെ എന്തൊക്കെയോ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാർക്ക് ഏതാണെന്ന് പോലും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അത്രയും ഞാൻ ഫ്രീ ആയിട്ടാണ് ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ലണ്ടനിൽ ഫ്രണ്ട്സിന് വിട്ടുകൊടുത്തു, ഇവിടെ വന്നിട്ട് ഇവർക്ക് വിട്ടുകൊടുത്തേക്കുക. അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുവിടാന്ന് വരും. അത് ഞാൻ ഒന്നെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമല്ലേ? രസമല്ലേ? വെൽക്കം ടു ഇലം പാർക്ക്. ഇപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഞങ്ങൾ
ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇളം പാർക്ക്. ഒരു മാനർ ഹൗസ് ഒക്കെ ഉണ്ട് ഇവിടെ. അടുത്ത ആളുടെ കൂടെ പോവാ. അയ്യോ, കഴിച്ച മറ്റെന്തായിരുന്നു ലെമൺ ഡ്രിസിൽ ലോഫ്. അതൊരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഡെസേർട്ടായിരുന്നു. ഇവിടെ മഴ പെയ്ത് തുടങ്ങിയാൽ പിന്നെ ഇതാണ് അവസ്ഥ. ചെവിയിൽ കാറ്റടിക്കാതിരിക്കാൻ ചെവിയൊക്കെ മൂടി ഇങ്ങനെ നടക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പീക്ക് ഡിസ്ട്രിക്റ്റിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് ഈവനിങ് തിരിച്ച് വീട്ടിലെത്തി. അന്ന് നൈറ്റ് ഡിന്നറിന് ഉങ്കുവിൻ്റെ വക ദാൽ കിച്ചടി ആയിരുന്നു സ്പെഷ്യൽ. ആര്യ ചേച്ചിക്ക് ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ തൊട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 ദിവസം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാതിരുന്നത്. എനിവേയ്സ്, അടുത്ത പാർട്ടിൽ നമ്മളുടെ സ്കോട്ട്ലൻഡ് റോഡ് ട്രിപ്പുമായിട്ട് കാണാം. അൺടിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.